നമുക്ക് എന്തൊക്കെ ടേംസുകളാണ് ഉപയോഗിക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫാക്ടർ. ഇറ്റ് ഈസ് particulate hereditary unit. According to Mendel, each character is controlled by a pair of factors. അതായത് ഓരോ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കുറെ പെയർ ഓഫ് ഫാക്ടേഴ്സുകളുണ്ട്. അതാണ് ഫാക്ടർ എന്ന് പറയുന്നത്. അതൊരു ഹെറിഡിറ്ററി യൂണിറ്റ്. നമ്മുടെ ജീനില്ലേ, ജീനെ തന്നെയാണ് അന്ന് ഫാക്ടർ എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി എന്താണ് ജീൻ എന്ന് പറഞ്ഞാൽ DNA ഒരു സെഗ്മെന്റ് ആണ് വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ക്രോമസോം ദാറ്റ് ഡിറ്റർമൈൻ എ പർട്ടിക്കുലർ ട്രൈറ്റ്. ജീൻ ഈസ് ദ മോഡേൺ ടേം ഫോർ മെന്റലിയൻ ഫാക്ടർ. മെന്റലിയൻ ഫാക്ടറിന് ഇപ്പോൾ ആൾക്കാർ എന്തെന്ന് പറയുന്നു, ജീൻ എന്നാണ് പറയുന്നത്. The term gene was coined by Johansen in 1909. അപ്പോൾ ഈ ഒരു ജീൻ എന്ന് പറയുന്ന ആ ഒരു പേര് കറക്റ്റ് ആയിട്ട് കിട്ടിയത് ജോഹൻസനാണ് ആ ഒരു പേര് ഇട്ടത്. മെന്റലിന്റെ സമയത്ത് ഇതിനെ ജീനിനെ നമ്മൾ ഫാക്ടർ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തത് അലീൽസ് അല്ലെങ്കിൽ അലീലോമോർഫ് എന്താണെന്ന് നോക്കുക. അലീൽസ് ആർ അൾട്ടർനേറ്റ് ഫോം ഓഫ് ദ സെയിം ജീൻ. ജീനിന്റെ തന്നെ അൾട്ടർനേറ്റ് ഫോംസിനെയാണ് അലീൽസ് എന്ന് പറയുന്നത്. അഥവാ ഇൻ അതർ വേർഡ് ദേ ആർ ഇൻഡിവിജ്വൽ ജീൻ അറ്റ് എ ഗിവൺ ലോക്കസ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ടി ആൻഡ് സ്മോൾ ടി, ഇത് രണ്ട് അലീലുകളാണ്. ഒരേ ജീനിന്റെ തന്നെ രണ്ട് അലീലുകളാണ്, ക്യാപിറ്റൽ ടിയും സ്മോൾ ടി, വിച്ച് ഡിറ്റർമൈൻ എ പെർട്ടിക്കുലർ ക്യാരക്ടർ. അതായത് ഒരു പ്ലാന്റിന്റെ ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന അലീലുകളാണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ഓക്കെ, ഇനി ഫീനോടൈപ്പ് എന്താ നോക്കുക. ദ ടൈപ്പ് ഓഫ് ഓർഗാനിസം വിത്ത് റെസ്പെക്ട് ടു വിസിബിൾ എക്സ്പ്രഷൻ. ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഈ ഒരു ചെടി ഹൈറ്റ് ഉണ്ട്, ഈ ഒരു ചെടിക്ക് ഹൈറ്റ് ഇല്ല. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വിസിബിൾ എക്സ്പ്രഷനെയാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ടോൾ അല്ലെങ്കിൽ ഡാർഫ് എന്ന് പറയുന്നത്. ജീനോടൈപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ നമ്മൾ ജനറ്റിക്കലി ഇങ്ങനെ എഴുതൂല. അതായത് ടോൾ ആണെന്ന് നമുക്ക് കണ്ടാൽ അറിയാം ടോൾ ആണെന്ന്. പക്ഷെ അത് നമ്മൾ എഴുതിയ ഒരു ജനറ്റിക് രീതിയിൽ അത് എഴുതുമ്പോൾ നമ്മൾ എന്താ എഴുതുന്നത്, അതായത് നമുക്കറിയാം ടോൾ ആകുമ്പോൾ ക്യാപിറ്റൽ ടി ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇല്ലെങ്കിൽ സ്മോൾ ടി ഇങ്ങനെ. അപ്പൊ ക്യാപിറ്റൽ ടി, രണ്ട് ക്യാപിറ്റൽ ടി വരുന്നത് ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്. ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടി വരുന്നത് ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതും. അത് നമ്മൾ വിസിബിൾ ആയിട്ട് കാണുന്നതാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ജനറ്റിക് ഇങ്ങനെ എഴുതി പോകുന്നതാണ് ആ ഒരു ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഹോമോസൈഗസ്, ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, ഐഡന്റിക്കൽ അല്ലീൽസുകളാണ്. അല്ലീൽസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇതൊക്കെ ഒരു ജീനിന്റെ രണ്ട് അല്ലീലുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡന്റിക്കൽ അല്ലീൽസ്, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇതിനെയാണ് ഹോമോസൈഗസ് എന്ന് പറയുന്നത്. ഹെട്രോസൈഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസിമിലർ അല്ലീലുകളാണ്. അതായത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടി എന്നൊക്കെ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡൊമിനൻസ് എന്താണെന്ന് നോക്കാം. എ ജീൻ ദാറ്റ് എക്സ്പ്രസ് ഇറ്റ്സെൽഫ് മോർഫോളജിക്കലി ഇൻ പ്രസൻസ് ഓഫ് ഇറ്റ്സ് അലീലിക് ജീൻ ഈസ് എ ഡൊമിനന്റ് ജീൻ ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഡൊമിനൻസ്. ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും കാണുമ്പോൾ തന്നെ മോർഫോളജിക്കലി എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ചെടി കാണുമ്പോൾ ആ ചെടിക്ക് ഇന്ന കളറാണ്, അപ്പോൾ നമുക്കറിയാം ഡൊമിനന്റിൽ വരുന്നത് ഇന്നതാണ്, അപ്പൊ അതാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചെടിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, അപ്പൊ അതാണ് ഡൊമിനന്റ്. മനസ്സിലായോ? സോ ഈ ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ജീൻ മോർഫോളജിക്കലി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജീൻ ടി എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് റെസസീവ് ആയിട്ടുള്ള സ്മോൾ ടീയിൽ നിന്നും ഡൊമിനന്റ് ആണ്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ടി ഇസ് ഡൊമിനന്റ് ഓവർ ജീൻ സ്മോൾ ടി. റെസസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇറ്റ് കനോട്ട് എക്സ്പ്രസ് ഇറ്റ്സ് മോർഫോളജിക്കലി ഇൻ ദ പ്രസൻസ് ഓഫ് ഇറ്റ്സ് അലീലിക് ജീൻ. അത് തന്നെയാണ് റെസസീവ് ജീൻ എന്ന് പറയുന്നത്. ഇപ്പൊ സ്മോൾ ടി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് റെസസീവ് കണ്ടീഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് എ ക്രോസ് ബിറ്റ്വീൻ ടു പാരന്റ്സ് വിച്ച് ഡിഫർ ഫ്രം ഈച്ച് ഇൻ വൺ ഓർ മോർ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മൾ രണ്ട് പാരന്റ്സ് തമ്മിൽ ക്രോസ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് and which differ from each in one or more characters. അതാണ് ഹൈബ്രിഡ്. അപ്പൊ രണ്ട് പാരന്റ്സിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിനെയാണ് എന്തെന്ന് പറയുന്ന ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു എന്താണ് ഹൈബ്രിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാവ് ഡിഫർ ഫ്രം ഈച്ച് ഇൻ വൺ ഓർ മോർ ക്യാരക്ടേഴ്സ്. ഇനി മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ക്രോസ് ഇൻ വിച്ച് പാരന്റ്സ് ഡിഫർ ഓൺലി വൺ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. അതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. അതായത് മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്യുമ്പോൾ പാരന്റ്സിന്റെ ആകെ ഒരു പെയർ ഓഫ് ക്യാരക്ടേഴ്സ് മാത്രമേ, നമ്മൾ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് പറഞ്ഞില്ലേ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രം അറ്റ് എ ടൈം നോക്കുള്ളൂ. നിങ്ങൾ ഫ്ലവറിന്റെ കളറോ അല്ലെങ്കിൽ ഫ്ലവറിന്റെ പൊസിഷനോ അല്ലെങ്കിൽ പോഡിന്റെ ഷേപ്പ്, അങ്ങനെ ഏതെങ്കിലും വൺ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ മാത്രമേ
വെച്ച് നോക്കും. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും ക്രോസ് ചെയ്യുന്നത്. അതാണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് തന്നെ ചിലപ്പോൾ പ്ലാന്റിന്റെ ഹൈറ്റ് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഫ്ലവറും വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ക്യാരക്ടേഴ്സ്, 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്.